ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള, വെളുത്തുള്ളി, കറിവേപ്പില ഇവ മൂന്നിട്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. എൻ്റെ മോൻ്റെ സ്പെഷ്യൽ അഭ്യർത്ഥന മാനിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റാണ് കേട്ടോ ഇത്. അവൻ്റെ ഫേവറേറ്റ് സ്നാക്കിൽ ഒന്നാണ് ഈ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നോട് ഇടയ്ക്കിട്ട് പറയും, ഉമ്മി കട്ട്ലേറ്റ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണം, കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് മൊരിയണ ഒരു ടൈപ്പിലായിട്ട് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയായി മാറിയിട്ടുണ്ടല്ലേ കട്ട്ലേറ്റ്. ആദ്യം എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു, ഉണ്ടാക്കിയാൽ ശരിയാവോ. ഇപ്പോൾ വീട്ടിൽ നോമ്പ് തുറക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കടയിൽ നിന്നാണ് മേടിച്ചിരുന്നതല്ലേ. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കൂടിയും നമ്മൾ നോമ്പ് തുറക്ക് വിളിക്കുമ്പോൾ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അവരെന്തായാലും കട്ട്ലേറ്റ് ഉണ്ടാക്കുമല്ലേ. കട്ട്ലേറ്റ് ഇല്ലാത്തൊരു നോമ്പ് തുറ നമുക്ക് അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ അല്ലേ. എവിടെ നോമ്പ് തുറയുണ്ടോ അവിടെ കട്ട്ലേറ്റ് ഉണ്ടാവും. ഇനി നമുക്ക് സവാളയിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങായിട്ട് വേവിച്ചിങ്ങായിട്ട് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് ഉടച്ചത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി നമ്മൾ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം.
അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്